അപ്പൊ ചേട്ടൻ ആർക്കും അങ്ങനെ പിടികൊടുക്കാത്ത ആളാണ്, വിനീതേട്ടന് മാത്രമാണ് പിടികൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ചോദിച്ചിട്ടില്ലേ എന്താണ് ഇങ്ങനെ പിടി തരാതെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ പൊതുവെ അങ്ങനെ അവരുടെ ബൗണ്ടറീസിലോട്ട് ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്യില്ല. എനിക്കത് അവരുടെ ആ ഒരു രീതി, അപ്പൊ ചേട്ടൻ്റെ ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിലും തെറ്റൊന്നുമില്ല. അതെ, ലാൽ സാർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫാണ് മകൻ ലീഡ് ചെയ്യുന്നത്, അതിൽ അദ്ദേഹത്തിന് വരെ സന്തോഷമാണെന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുമിച്ചുള്ള ആക്ടിങ്ങും ആ ഒരു ലൊക്കേഷൻ സെറ്റും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ രണ്ടാളും നല്ല സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു. എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അപ്പോൾ ചേട്ടന് ഈ സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 3 days ഉണ്ടായിരുന്നുള്ളൂ വർക്ക്. പക്ഷേ 3 days കൊണ്ട് തന്നെ നല്ല മെമ്മറീസാണ്. പിന്നെ ഇവരെയൊക്കെ നമ്മൾ ഇന്ന ആൾക്കാരുടെ മക്കളും അല്ലാതെ അവരവരായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു ഓറ നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ സന്തോഷിച്ച് ഇരുന്നു ഞാൻ. അല്ലാതെ ഞാൻ അധികം അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങനെ ഞാൻ ചെല്ലാറില്ല. എല്ലായിടത്തും ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളല്ലേ? എനിക്കറിയില്ല അവരുടെ ബൗണ്ടറി എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു 5 പടിയും കൂടി ഇപ്പുറത്തേ ഞാൻ നിൽക്കത്തുള്ളൂ. അല്ലാതെ അഡ്രസ് ചെയ്യുമ്പോൾ DQ എന്ന് തന്നെ അഡ്രസ് ചെയ്യും. ഗൂഗിളിൽ എന്താ വീട്ടിൽ വിളിക്കുന്നത്? എന്നെ ഗോകു എന്ന് വിളിക്കും. ഗോകു. നിങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെ സർനെയിം അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന പെറ്റ് നെയിം എന്താ? ഗോകു, ബാഗി, ബൂ, മാഡി. ഭയങ്കര വെറൈറ്റി പെറ്റ് നെയിം. പേരിന്റെ ഏകദേശം ആ ഒരു ചേരുവ വെച്ചിട്ട് തന്നെ എല്ലാവരുടെയും. ഭാഗ്യ, ബാഗി, ഭാവ്നി കുറച്ച് കൺഫ്യൂസിങ് പേരാ, അതുകൊണ്ട് ബൂന്ന്. അച്ഛനാ ബൂന്ന് വിളിച്ച. അച്ഛൻ തന്നെയാന്ന് തോന്നുന്നു എല്ലാരെയും ഈ പേരുകൾ വിളിച്ച്. എന്നെ അമ്മയാന്ന് തോന്നുന്നു. ഗോകു എന്ന് ആദ്യം വിളിച്ച അമ്മ, ബാക്കി എല്ലാവരും അച്ഛനാ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമന്റ് ആണ്, അതായത് ഗോകുൽ ആണെങ്കിൽ ചില ആസ്പെക്റ്റിലൊക്കെ സുരേഷ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന്. അപ്പം ഇത് എന്താണ് ഗോകുലിന് എന്താണ് തോന്നുന്നത്? അവരിരുന്ന് കണ്ടു പറയുന്ന പോലെയാണല്ലോ പറയുന്നത്. ചിലപ്പോ മൂവീസ് ഒക്കെ കണ്ടിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പം അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതോ വലിയ ലെവലിൽ എത്തിയാനെ. അപ്പം അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ജനറ്റിക് സാധനം വരുമല്ലോ, എല്ലാവർക്കും അവരവരുടെ തന്തമാരുടെ ഇത് വരുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതേ മണ്ടത്തരാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും. എന്തെങ്കിലും തോന്നും ആ സിമിലാരിറ്റി, ചിലപ്പോൾ തിരിയുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഷോർട്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നതിൽ ഒരു സാധനം, ഒരു ജസ്റ്ററോ എന്തെങ്കിലും വരുമ്പോൾ അച്ഛൻ്റെതായിട്ട് സിമിലർ ആയിട്ട് വന്നതായിരിക്കാം. ഗണേഷ് കുമാർ സാർ പക്ഷേ പറഞ്ഞു എനിക്ക് അച്ഛനേക്കാളും നല്ലോണം ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ?